150. എനിക്ക് സിസ്റ്റം ഇല്ല. ക്ലാസ് സ്റ്റാർട്ടായി. ഓക്കെ. Hi dear students, very good afternoon to all. So last class we are discussed intellectual critical thinking models, right? So what are the critical thinking models are there? The one is intellectual standard, another one is intellectual traits, then elements of reasoning, right? So intellectual standards, so these are the standards against which can be combat the thinking process. Then elements means these are building blocks of reasoning. Then third one is intellectual traits. So intellectual traits means these are desirable traits that good critical thinker must develop by consistent application. Okay. Then problem solving. So problem solving, what is meant by problem? Problems are obstacles thrown in front of us to hamper our progress, right? So, okay, listen. So problem solving. So problem solving, already we know that. So all peoples and all peoples are daily facing some problems, right? So that is your our problem. So you are trying something. So that time you are facing some problem. Okay, then don't omit that problems. Try to solve that problems. Okay, try to solve that and overcome that problems. So problems are obstacles thrown in front of us, hamper our progress. These problems must be solved and overcome. Problems can arise in personal, professional and social context. ഓക്കെ. സോ അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ലൈഫിൽ വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, യു ആർ നോട്ട് ഫേസിങ് എനി പ്രോബ്ലംസ്. സോ യു ആർ ട്രൈയിങ് എനി ന്യൂ തിങ്സ്. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോഴായിരിക്കും യു ആർ ഫേസിങ് സം പ്രോബ്ലംസ്. ഓക്കെ, സോ ആ പ്രോബ്ലം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, മൂഡ് ഔട്ട് ആയി പോകാനോ അല്ലെങ്കിൽ എന്താണ് ആ പ്രോബ്ലം അവിടെ വരണോ കൊണ്ട് ഞാനത് വൊമിറ്റ് ചെയ്ത് പോകാനോ അങ്ങനെ വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യണം. എഗൈൻ എന്ത് ചെയ്യണം, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഓക്കെ, സോ 3 രീതിയിലാണ് നമുക്ക് പ്രോബ്ലംസ് വരിക. പേഴ്സണൽ പ്രോബ്ലം ഉണ്ടാവും, പ്രൊഫഷണൽ പ്രോബ്ലം ഉണ്ടാവും, എഗൈൻ സോഷ്യൽ കോണ്ടെക്സ്റ്റിലും പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, സോ ദെൻ എങ്ങനെയാണ് ഈ പ്രോബ്ലത്തിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഓക്കെ, ദേ ഹാവ് സം സ്റ്റെപ്സ്. ഓക്കെ, സ്റ്റെപ്സ് ഇൻ പ്രോബ്ലം സോൾവിംഗ്. So steps in problem solving. The problem solving requires a number of different thinking styles. Okay, so some problems requires critical thinking while others need creative thinking styles. There is a problem solving cycle. Okay, first എന്താണ് വെച്ചാൽ അതൊന്നും വേണ്ട, they have a lot of methods we are using to solve that problems. എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെ മെത്തേഡ്സ് ആണ്? ഫസ്റ്റ്, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് യു ഷുഡ് അനലൈസ് ദ പ്രോബ്ലം. എന്താണ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അതിന് റിയാക്ട് ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ഓക്കെ, യു ആർ ഫീലിംഗ് സം പ്രോബ്ലംസ്. ഓക്കെ, സോ ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യണം, എന്താണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കേസ്. സോ ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലംസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് മീൻസ് ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് which involves actively looking for the problems and not just responding to them. The problem must be stated clearly so that subsequent steps are easier. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അതിന് റിയാക്ട് ചെയ്യണോ? റിയാക്ട് ചെയ്യരുത്. ഓക്കെ, എന്ത് ചെയ്യണം, പ്രോബ്ലത്തിന് വെയിറ്റ് ചെയ്ത് നോക്കണം. വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്ത് അത് ക്ലിയർ ആയ ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിന് റിയാക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയ, ഇഫ് യു ആർ ഫേസിങ് എനി പ്രോബ്ലം മീൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് യു ഷുഡ് ഐഡന്റിഫൈ ദ പ്രോബ്ലം. Okay, so these lines are important. So this is the first step which involves actively looking to the problems and not just to respond to them. ഓക്കെ, പ്രോബ്ലം കിട്ടിയ പാടെ സഡൻ ആയിട്ട് അതിന് റിയാക്ഷൻസ് കൊടുക്കരുത്. ജസ്റ്റ് പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്ത് ഇത് എന്തൊക്കെ കൊണ്ടാണ് ഈ പ്രോബ്ലം, അനലൈസ് ദാറ്റ് പ്രോബ്ലം. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡെഫിനിഷൻ ഓഫ് ഗോൾസ്. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് ഗോൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ദേ ഹാവ് എ ലോട്ട് ഓഫ് ഡയറക്ഷൻസ് ആണ്, റൈറ്റ്? സം പ്രോബ്ലംസ് നമുക്ക് വരുമ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാളിനെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നിങ്ങൾ സോൾവ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഡയറക്ഷൻസ് നോക്കണം. ഓക്കെ, സോ ഡിഫൈൻ ദ ഗോൾസ് ഓഫ് ദ സൊല്യൂഷൻ, the important design to direction of the problem solving process. Okay, so there have some problem. In first step you are identify that problem, not responding that problem. Okay, then you are defining the problem. Defining എന്ന് പറയുമ്പോൾ ആ പ്രോബ്ലം എന്താണ്, എന്തുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നത്,
ഓക്കെ, എന്തുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നത് അതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഡിഫൈനിങ് ദ ഗോൾസ് ഓഫ് ദ സൊല്യൂഷൻ, ഇമ്പോർട്ടൻറ്റ് ടു ഡിസൈൻ ദ ഡയറക്ഷൻ ഓഫ് ദ പ്രോബ്ലം. Okay, that must be clear understanding what is the requirement, what are the constraints, what are various interests, etc. must be taken for considering this step. ഈ സ്റ്റെപ്പിലായിരിക്കും നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത്, ആ പ്രോബ്ലത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എന്തൊക്കെ റിക്വയർമെൻ്റ് ആണ് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണം, എന്തൊക്കെ കൺസ്ട്രെയിൻസ് വേണം, എന്തൊക്കെ ഇൻട്രസ്റ്റ്, ഒക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻ ഫസ്റ്റ് സ്റ്റെപ്പ് വി ആർ ഐഡന്റിഫൈങ് ദ പ്രോബ്ലം, സെക്കൻഡ് സ്റ്റെപ്പ് വി ആർ ജസ്റ്റ് ഡിഫൈനിങ് ദ പ്രോബ്ലം. ഡിഫൈനിങ് ദ പ്രോബ്ലം മീൻസ് വി ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ദ റിക്വയർമെന്റ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, സോ യു ആർ ഗോയിങ് ടു ഡെവലപ്പ് എനി വൺ ഓഫ് ഒരു പ്രൊഡക്റ്റ്, ഒരു പ്രൊജക്ട് ചെയ്യാണ്. ഓക്കെ, പ്രൊജക്റ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടു ഡെവലപ്പ് എ കാൽക്കുലേറ്റർ, കാൽക്കുലേറ്റർ ഇസ് ദ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റർ നിങ്ങൾ സോൾവ് ചെയ്യാൻ പോവാണ് ആ പ്രോബ്ലത്തിന്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് നോക്കണം. ദാറ്റ് ഈസ് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. നമ്മളിപ്പോൾ നിങ്ങൾ ലാബിലൊക്കെ പോകുമ്പോൾ എക്സ്പെരിമെന്റ് കിട്ടാനല്ലേ, എക്സ്പെരിമെന്റ് കിട്ടുമ്പോൾ ദാറ്റ് ഇസ് എ പ്രോബ്ലം, റൈറ്റ്? സോ അപ്പോൾ പ്രോബ്ലം കിട്ടിയ പാടെ നിങ്ങൾ എന്ത് എഴുതും, ഫസ്റ്റ് എയിം എഴുതും അല്ലേ. എയിം എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇതാണ് എയിം. ഓക്കെ, ടു ഡെവലപ്പ് എ കാൽക്കുലേറ്റർ. ഓക്കെ, ടു ഡെവലപ്പ് എ ആൻഡ്രോയിഡ് കാൽക്കുലേറ്റർ, ദാറ്റ് ഇസ് ദ പ്രോബ്ലം. അതാണ് ഐഡന്റിഫിക്കേഷൻ. ഞാൻ ക്ലിയർ ആയിട്ട് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വി നീഡ് സം റിക്വയർമെന്റ്സ്. എന്തൊക്കെയാണ്, പ്രോഗ്രാമിംഗ് സ്കിൽ വേണം, എഗൈൻ എന്താണ് അൽഗോരിതം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. പഠിക്കണമെന്നല്ല, ഇപ്പം ആൻഡ്രോയിഡിലാണ് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തൊക്കെ നോളജസ് വേണമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അനലൈസ് ചെയ്യണം. ഇപ്പോൾ ബേസിക് റിക്വയർമെന്റ് എന്താണ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വേണം. ഓക്കെ, ദെൻ എന്ത് വേണം, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തിരഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡെഫിനിഷൻ ഓഫ് ഗോൾ വരിക. Okay, so definition of goal of the solution is important to design direction of the problem solving. There must be clear understanding what is the requirement is, the constraints and various constraints, etc. must be taken for consideration in this step. Okay, then third one is exploration and possible strategies. Okay, then first step നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ പ്രോബ്ലം ഡിഫൈൻ ചെയ്തു. ഓക്കെ, പ്രോബ്ലം ഡിഫൈൻ ചെയ്ത ശേഷം നമ്മൾ എന്താണ് ചെയ്യാൻ തുടങ്ങേണ്ടത്, അഗൈൻ സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയാണ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു, ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു, റിക്വയർമെന്റ്സ് ഒക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞു. ദെൻ ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ദേ ഹാവ് എ ലോട്ട് ഓഫ് പോസിബിലിറ്റീസ് ആർ ദെയർ. ഓക്കെ, മോർ സൊല്യൂഷൻസ് ആർ ദെയർ, റൈറ്റ്? സോ നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം. ദിസ് സ്റ്റേജ് ഈസ് നീഡ്സ് കൺസിഡറബിൾ ഫോർ എമൗണ്ട് ഓഫ് ഐട്രേഷൻ. ഓക്കെ, റിപ്പീറ്റഡ് തിങ്. നമ്മൾ കുറേ പ്രാവശ്യം എന്ത് ചെയ്യണം, വി നീഡ് ടു തിങ്ക് അബൌട്ട് ദാറ്റ് പ്രോബ്ലം. Okay, there are several methods are like formal and informal generation of alternatives. The goal, constraints, interest must be constantly reanalyzed with respect to the strategy we adopt for the problem solving. Every possible strategy must be tried before take a decision. Okay, so here നമ്മളിപ്പോൾ ആൻഡ്രോയിഡിൻ്റെ കാൽക്കുലേറ്ററിനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരും ഇപ്പോൾ 60 ആൾക്കാരുടെ കയ്യിൽ ഞാൻ ആൻഡ്രോയിഡിൻ്റെ കാൽക്കുലേറ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 60 ആൾക്കാരുടെ ആൻഡ്രോയിഡ് ഡിസൈനും സെയിം ആയിട്ടിരിക്കുമോ? ഇല്ല, 60 ആൾക്കാരുടെ കളർ ഡിഫറൻറ്റ് ഉണ്ടാവും. ഓക്കെ, അഗൈൻ എന്താണ് അതിലുള്ള ഫീച്ചേഴ്സ്, ബട്ടൺ സൈസ്, സ്ക്രീൻ സൈസ്, സോ എല്ലാത്തിലും എന്തുണ്ടാവും, ദേ ഹാവ് സം ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, സോ അതാണ് ഇവിടെ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദേ ഹാവ് സം മെനി ആൾട്ടർനേറ്റീവ് വേസ് ആർ ദെയർ. സോ നമ്മൾ എന്താണ്, നമ്മുടെ പോസിബിലിറ്റി വേസ് ഒക്കെ നമ്മൾ നോക്കണം. അതിലേതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ ദിസ് സ്റ്റേജ് ഈസ് നീഡ് ടു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഐട്രേഷൻ. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് റീതിങ്ക് ചെയ്യുക. റീതിങ്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള റിക്വയർമെന്റിൽ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ പോസിബിൾ ആയിട്ടുള്ള ഒരു ഗാനം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. Okay, so the goal, constraints and interest must be constantly reanalyzed with respect to the strategy we adopt for a problem solving. Then third one is anticipation of outcomes and action. Okay, so every possible outcome must be analyzed after deciding a strategy. The already fixed strategy may have been modified or even discarded. Inappropriate assumption which we are made earlier can be rectified. Okay, in this case, so നമ്മൾ എന്താണ്, സ്ട്രാറ്റജീസ് ഒക്കെ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്ത് ഫിക്സ് ചെയ്തു. ഓക്കെ, സോ സ്ട്രാറ്റജി ഫിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇംപ്ലിമെന്റ് ചെയ്ത ശേഷം എന്താണ്, എവരി പോസിബിൾ ഔട്ട്കം മസ്റ്റ് ബി അനലൈസ്ഡ്. ഓക്കെ, അവിടെ വന്ന ശേഷം ആ പ്രൊഡക്റ്റിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു അനലൈസ് ചെയ്യണം. ഓക്കെ, ഇപ്പം നിങ്ങൾ കാൽക്കുലേറ്റർ ഡിസൈൻ ചെയ്തു. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് റെഡ് കളറാണ് സെലക്ട് ചെയ്തത് പോസിബിലിറ്റിയിൽ. ഓക്കെ, അതിൻ്റെ ശേഷം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് സാധനം കാണുകയാണ്. ഓക്കെ, കണ്ട ശേഷം ഓക്കെ നിങ്ങൾ വിചാരിക്കുകയാണ്, ഓക്കെ റെഡ് കളർ ബട്ടൺക്ക് പോരാ, നമ്മൾ എന്ത് ചെയ്യാം, ഗ്രീൻ കളർ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് വിചാരിക്കാം. ഓക്കെ, സോ ദാറ്റ് കേസസ് ആർ ഇൻ ഹിയർ.
Okay, anticipation of outcomes and actions. So every possible outcome must be analyzed. So outcome ആയിട്ട് പറഞ്ഞ സാധനങ്ങൾ എന്തൊക്കെ ചെയ്യണം? We need to analyze after designing the strategy. The already fixed strategy may have, നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഒരു സ്ട്രാറ്റജി ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലേ തേർഡ് കേസിൽ. സോ ആ സ്ട്രാറ്റജി ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കിലേക്ക് പോയത്. ബട്ട് ഹിയർ ഇവിടെ വരുമ്പോൾ സ്ട്രാറ്റജി തെറ്റാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. സോ ദാറ്റ് ടൈം വി ക്യാൻ എന്ത് ചെയ്യാം? വി ക്യാൻ മോഡിഫൈ ദാറ്റ് സ്ട്രാറ്റജി ഓർ വി ക്യാൻ ഡിസ്കാർഡ് ദാറ്റ് സ്ട്രാറ്റജി. എന്ത് വേണമെങ്കിലും ചെയ്യാം ആൻറ്റിസിപ്പേഷൻ ഓഫ് ഔട്ട്കം. സോ ഔട്ട്കമ്മിൽ എന്താണ്? ഔട്ട്കം പ്രോപ്പറായിട്ട് പറഞ്ഞില്ല, ഔട്ട്കം പ്രോപ്പറായിട്ട് വന്നിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം? ഫോർത്ത് സ്റ്റെപ്പിൽ വെച്ച് അതിനെ ഡിസ്കാർഡ് ചെയ്യാം, അതർവൈസ് മോഡിഫൈ ചെയ്തിട്ട് ന്യൂ സ്ട്രാറ്റജി യൂസ് ചെയ്യാം. Okay, then fifth one is learning through retrospection. Okay, retrospection means നമ്മൾ എന്താണ്? So fourth and fifth are same. Okay, നമ്മൾ എന്താണ്? നമ്മൾ ഒരു കാര്യം ചെയ്ത് അവിടെ എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ട്, ആ തെറ്റിലാണ് നമ്മൾ എന്ത് ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Okay, so analyze our past and learn new things. So that is the learning through retrospection. This is the key for all possible and further progress. It is helps to understand the mistakes we made and learn from the past experience. This helps us to adopting the most suitable strategy in future. Okay, so what are the ways of 2 steps in problem solving? First step, we need to identify the problem. Second step is the definition of goals. Third one is exploration and possible strategy. Then anticipation of outcome and actions. So anticipation of outcome and actions means what? So they have already, we are fixing on strategy, but when we are implementing that strategy, we are analyzed that strategy have some issues or some problems. So that time we can modify or discard that strategy. So learning through retrospection means so in our past experience we are learned something. Okay, നമ്മൾ കുറേ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും, ആ തെറ്റ് ചെയ്തതിലുണ്ടോ അല്ലെങ്കിൽ നല്ലത് ചെയ്തതിലുണ്ടോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? We are learning something. Okay, in future we are adopting that learning. Okay, that is learning through retrospection. Is it clear? Problem solving techniques clear ആണോ? Yes ആണോ നോ ആണോ? എല്ലാ ആൾക്കാരും സ്ലീപ്പിംഗ് ആണോ? ഇത് ഓഡിയബിൾ ആണോ ഞാൻ പറയണത്? ഓക്കെ, പ്രോബ്ലം സോൾവിംഗ് ടെക്നോളജി ഇത് ക്ലിയർ ആണോ? ഓക്കെ, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വന്നത്? 1 by 1 ആയിട്ട് പറയാം. പ്രോബ്ലം സോൾവിംഗ് മോസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ വാട്ട് ആർ ദ വേ? എന്തൊക്കെയാണുള്ളത് പ്രോബ്ലം സോൾവിംഗിൽ? ഫസ്റ്റ് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ട്, ലൈഫ് പേഴ്സണൽ പ്രോബ്ലം ആവട്ടെ, അല്ലെങ്കിൽ എന്താണ് പ്രൊഫഷണൽ പ്രോബ്ലം ആവട്ടെ, എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിക്കോട്ടെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അനലൈസ് ആണോ ചെയ്യേണ്ടത്? സോ ഫസ്റ്റ് വി നീഡ് ടു ഐഡന്റിഫൈ ദ പ്രോബ്ലം. ഓക്കെ, എന്താണ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? വി നീഡ് ടു ഐഡന്റിഫൈ ദാറ്റ് പ്രോബ്ലം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇഫ് യു ആർ ഫേസിങ് എനി പ്രോബ്ലംസ്, അതിന് റിയാക്ട് ഒന്നും ചെയ്യാൻ പോകരുത്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം തരുമ്പോൾ എന്ത് ചെയ്യണം? ആ സമയത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിനെ റിയാക്ട് ചെയ്യരുത്. യു ഷുഡ് അനലൈസ് ദാറ്റ് പ്രോബ്ലം. Okay, sorry. You should identify the problem. Okay, then second is what? Define the problem. Okay, second identify. Second one is what? First one is identify the problem. Second one is what? എന്താണ്? ഫാസ്റ്റ്. ഞാൻ പറയുന്നത് കേൾക്കണില്ല. സ്റ്റഡി. ഓക്കെ, ഗുഡ്. വിഘ്നേഷ് MC പറഞ്ഞിട്ടുണ്ട് സ്റ്റഡി. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് ദ പ്രോബ്ലം. ഓക്കെ, ആ പ്രോബ്ലത്തിന്റെ എന്തൊക്കെ വേണം? ഓക്കെ, ക്ലാരിഫൈ ചെയ്യണം. ഓക്കെ, എന്തൊക്കെയാണ് ആ പ്രോബ്ലത്തിന്റെ റിക്വയർമെന്റ്സ്? ഓക്കെ, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ആഫ്റ്റർ ദാറ്റ് വി ആർ ഗോയിങ് ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. സോ ദാറ്റ് ടൈം നമുക്ക് എന്തൊക്കെ അറിയണം? ആ പ്രോബ്ലത്തിന് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യണം? അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ എന്തൊക്കെ പഠിക്കണം? എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം ഓഫ് ഗോൾസിൽ പറഞ്ഞത്. The next one എന്താണ്? They have some strategies. Exploration of possible strategies. Okay, that point is clear. That point is what? Exploration of possible strategies. Okay, they have some different നമ്മൾ എന്ത് ചെയ്യണം? വേറെ എന്തൊക്കെ സ്ട്രാറ്റജീസിലൊക്കെ ഇതിനെ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആലോചിക്കുന്നതാണ് തേർഡ് സ്ട്രാറ്റജി. Is it clear? Third one is clear or not? Third one clear ആണോ? Okay, then fourth one is what? Fourth one ഔട്ട്കം നോക്കണം. ഓക്കെ, നമ്മൾ സ്ട്രാറ്റജി ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്തിട്ട് ആ പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്ത് നോക്കണം. ഓക്കെ, റൈറ്റ് ആണോ റോങ് ആണോ? സോ റോങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യാം, അതർവൈസ് നമ്മൾ എന്ത് ചെയ്യാം? ഡിസ്കാർഡ് ചെയ്യാം. ഓക്കെ, ഫോർത്ത് വൺ ഈസ് ക്ലിയർ. ഫോർത്ത് വൺ ഈസ് വാട്ട്?
anticipation of outcomes and action. So every possible outcome must be analyzed after deciding a strategy. The already fixed strategy may have to be modified or even discarded. Okay, then fifth one is learning through retrospection. So retrospection means what? നമ്മുടെ പാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ വെൻ വി ആർ സോൾവിങ് ദ പ്രോബ്ലംസ് വി ആർ മേഡ് സം മിസ്റ്റേക്സ്. ഓക്കെ, സോ ദാറ്റ് ടൈം വി ആർ ലേണിംഗ് ന്യൂ തിങ്സ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും പ്രോബ്ലം ചെയ്യാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും മിസ്റ്റേക്ക് ഇടുമ്പോഴായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക അല്ലേ. എഗൈൻ നിങ്ങൾ എന്ത് ചെയ്യൂല, ആ മിസ്റ്റേക്ക് തിരിച്ചു വരാതിരിക്കുന്ന രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ട്രൈ ചെയ്യേണ്ടതായിരിക്കും അല്ലേ. സോ ദാറ്റ് ഈസ് ദ ലേൺ ത്രൂ റെട്രോസ്പെക്ഷൻ. മനസ്സിലായ? നമ്മുടെ പാസ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കിൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ ലേൺ ത്രൂ റെട്രോസ്പെക്ഷൻ. ക്ലിയർ ആണോ? ഇതെന്താ, യെസ് ആണോ നോ ആണോ ഇത്ര സൈലന്റ് ആയിട്ടുള്ള? ഓക്കെ, then the next topic. Okay, so types of problems. Okay, problem solving in the strategies പഠിച്ചു. So the next topic is types of problem. They have 3 types of problem based on types of unknowns, based on level of difficulty, based on open-endedness. Okay, first നോക്കാം open on type of unknowns. Okay, so here known the problem, known solution. ഹെഡിങ്ങിൽ തന്നെ ആൻസർ ഉണ്ടാവും. അതിനകത്ത് കുറേ റൈറ്റിംഗ്സ് ഉണ്ടെങ്കിൽ പേടിക്കല്ലേ, ഹെഡിങ്ങിൽ തന്നെ അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, and known solution. Here എന്താണ്, നമുക്ക് പ്രോബ്ലം എന്താണെന്ന് അറിയാം, നമുക്ക് സൊല്യൂഷൻസ് എന്താണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഇവിടെ വേണ്ടത് എന്താണ്, ഓൺലി ആക്ഷൻ ഈസ് നീഡഡ്. സോ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോബ്ലം ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദ സൊല്യൂഷൻസ് ആർ നോൺ, ഓൺലി ആക്ഷൻ ഈസ് നീഡഡ്. ദിസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ അഡോപ്റ്റിംഗ് റൈറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് സെൽഫ് മോട്ടിവേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണ്? ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് അൺനോൺസ്. സോ ബേസ്ഡ് ഓൺ അൺനോൺ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് പ്രോബ്ലം എന്താണെന്നും അറിയാം, എഗെയിൻ എന്താണ് അതിന്റെ സൊല്യൂഷനും അറിയാം. അപ്പൊ നമ്മൾ എന്ത് മാത്രമാണ് ചെയ്യേണ്ടത്, ആ സൊല്യൂഷനെ ജസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്താലും മാത്രം മതി. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. Okay, known problem and known solution. Details of the problem and details of the solutions are known, only action is needed. So action ക്ക് വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, റൈറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് സെൽഫ് മോട്ടിവേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. ക്ലിയർ ആണോ? ബേസ്ഡ് ഓൺ ടൈപ്പിലുള്ള ഫസ്റ്റ് ടൈപ്പ്. ദെൻ സെക്കൻഡ് വൺ ഈസ് നോൺ പ്രോബ്ലം, solution requires additional expertise. So this means what? Second one is known problem, but നമുക്ക് എന്തറിയില്ല. ഫസ്റ്റ് വണ്ണിൽ നമുക്ക് സൊല്യൂഷനും അറിയാം, പ്രോബ്ലമും അറിയാം. റൈറ്റ്? ഓക്കെ ആണോ? യെസ് ആണോ നോ ആണോ? ഹലോ, എല്ലാവരും ഉണ്ടോ ഇവിടെ? ഓക്കെ, എല്ലാ ആൾക്കാരും ഒരു ഹായ് അടിക്ക്. ഹായ് ഒന്ന് ടൈപ്പ് ചെയ്. എന്താ ഇത്ര സൈലന്റ് ആയിട്ട്? ലാസ്റ്റ് അവർ ആയതുകൊണ്ടാണോ? ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ വി നോ ദ പ്രോബ്ലം, വി നോ ദ സൊല്യൂഷൻ. Okay, so second one, we know the problem but we don't know the solution. Okay, solution വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറേ. ഓക്കെ, ഗുഡ്. ഓക്കെ, സെക്കൻഡ് ഉള്ള നമ്മൾ എന്താണ്, know the problem but solution requires some additional expertise. ഓക്കെ, സോ എന്താണ്, നമുക്ക് സൊല്യൂഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, അറിയാം, ബട്ട് അതിന് നമ്മൾക്ക് എന്ത് ചെയ്യണം, കുറച്ചുകൂടി നോളേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോബ്ലംസ് ആർ നോൺ, more information or additional skills may be required to implement the solution. Then systematic thinking and right attitude are essential for solving. Okay, so is it clear? First one is known problem and known solution. Second one is known problem, solution requires an additional expertise. Okay, here we know the problem, but if you try to solve that problem means we need to some more information or additional skills are required. ഓക്കെ, ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഇപ്പോൾ സീരീസ് ടെസ്റ്റ് എഴുതിയല്ലേ നിങ്ങൾ, സീരീസ് ടെസ്റ്റ് എഴുതുമ്പോൾ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ എന്തുണ്ടാവും, ഓക്കെ പ്രോബ്ലം അറിയാം അല്ലേ, പ്രോബ്ലം അറിയാം, ബട്ട് എന്താണ് അതിനെ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യില്ല. ഓക്കെ, കുറച്ചുകൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, നമുക്ക് എന്താണ് പ്രോബ്ലം എന്താണെന്ന് അറിയാം, ബട്ട് നമുക്ക് എന്താണ് കുറച്ചുകൂടി നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ ചിന്തിക്കും. That is the thing. Okay, then second one is known problem, then solution require new approaches. Okay, here in this case we know the problem, but നമ്മൾ എന്ത് ചെയ്യണം, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും അപ്രോച്ചസ് യൂസ് ചെയ്താൽ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റൂല. ട്രൈ ടു
use new approaches. Detail of the problems are known and conventional methods for solution have failed. Information must be rearranged and looked from different perspective. This is the situation require creative thinking, lateral thinking and thinking outside the box. Clear ആണോ? ഫസ്റ്റ് ഉള്ളതിൽ എന്താണ് പ്രോബ്ലം അറിയാം, അഗൈൻ സെയിം ടൈം എന്താണ് സൊല്യൂഷനും അറിയാം. ഇൻ സെക്കൻഡ് കേസ് വി നോ ദ പ്രോബ്ലം ബട്ട് വി ഡോണ്ട് നോ ദ സൊല്യൂഷൻ. But if you have a good knowledge, you can solve that solution. Okay. In that one is non-problem. Problem അറിയാം, but if you want to solve that problem means you need to require a new approaches. Okay, old approaches ഒന്നും യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനേ പറ്റൂല. ഓക്കെ, അപ്പൊ ന്യൂ അപ്രോച്ചസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേണം ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? യെസ് ആണോ നോ ആണോ? Then final one is what? Unidentified problem. Here എന്താണ്? We don't know the problem, we don't know the solution. The problem itself need to be identified. The awareness of the situation can be improved and defining as a problem is the first step. This requires going beyond the assumptions, asking questions and finding the inspiration of unrelated questions. In some case, we are എന്താണ് വി കാൺട്ട് അൺഐഡന്റിഫൈ ദ പ്രോബ്ലം. പ്രോബ്ലം തന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല. പ്രോബ്ലം അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് ആൻസർ സൊല്യൂഷന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദ പ്രോബ്ലം ഇറ്റ് സെൽഫ് നീഡ് നോട്ട് ടു ബി ഐഡന്റിഫൈഡ്. ദ അവയർനെസ് ദാറ്റ് സിറ്റുവേഷൻ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ആൻഡ് ഡിഫൈനിങ് ദി സിറ്റുവേഷൻ. ഇൻ ദിസ് കേസ് വി നീഡ് ടു ആസ്ക് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇവിടെ എന്താണ് പ്രശ്നം, എന്താണ് പ്രോബ്ലം, എന്താണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരും. Okay, so this requires beyond assumptions, asking questions and finding the inspiration in unrelated domains. These are the based on type of unknowns. ക്ലിയർ ആണോ? ഇപ്പൊ പഠിച്ചത് എന്താണ്, ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് പഠിച്ചത് അല്ലെ? ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് അല്ലേ പഠിച്ചത്? സോ ടൈപ്പ് ഓഫ് പ്രോബ്ലംസില് they have 3 types of problem. First one is what? Based on types of unknowns, right? 4 types ഉണ്ട്. എന്തൊക്കെയാണ്? വേഗം ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ. they have 4 types ഉണ്ട്. എന്തൊക്കെയാണ്? type fast. First one is what? 10 മിനിറ്റ്സേ ഉള്ളൂ. 10 മിനിറ്റ്സിൽ ഞാൻ ക്ലാസ് നിർത്താം. കുറച്ച് ആക്റ്റീവ് ആയിരിക്കേ പ്ലീസ്. ഫസ്റ്റ് വൺ എന്താണ്? എന്താ ചാറ്റ് ബോക്സ് ഇത്ര സ്ലോ? സ്ക്രീന് കാണുന്നില്ലേ? ഇത്ര സമയമായിട്ട് നിങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല. ഇത്ര സമയമായിട്ട് നിങ്ങൾ പറഞ്ഞില്ല അല്ലേ ഇത്? ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടല്ലേ? ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, ആ ടൈപ്പ് പറഞ്ഞോ. ഫസ്റ്റ് വൺ ഇസ് വാട്ട്? Non-problem, non-solution. Non-problem, solution requires additional expertise. Non-problem, solution requires new approaches. Unidentified problem. ഇത് എന്താ നിങ്ങൾ നേരത്തെ പറയാത്ത? ഇത്ര സമയമല്ലേ, എന്താണ് പേടിച്ചിട്ടാണോ പറയാത്ത? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറയാനെന്നല്ലടാ പറഞ്ഞു ഞാന്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് ടൈപ്പ് ഫസ്റ്റ്. Type fast. First one is what? First one is non-problem, non-solution. Ashwin Pavitran type ചെയ്തിട്ടുണ്ട്. Okay, non-problem, non-solution. Second one. Second പറയാം. Non-problem, solution requires additional expertise. Is it clear? Then third one, non-problem, solution require new approaches. Okay, then fourth one is unidentified problem. Clear ആണോ? ക്ലിയർ ആണോ? ഇല്ല ഞാൻ നേരത്തെ പഠിപ്പിച്ചത് തിരിച്ച് പറയണോ? ടൈപ്സ് ഓഫ് പ്രോബ്ലം തിരിച്ച് പറയണോ? ഒരാൾ യെസ്, ഒരാൾ നോ. കോമൺ എന്താണ്? ഒന്നുകൂടി പറഞ്ഞോട്ടെ. Okay, so non-problem means non-problem, non-solution. Here details of the problem and details of the solutions are known. Okay, നമുക്ക് ഇവിടെ പ്രോബ്ലംസ് അറിയാം, സൊല്യൂഷൻസ് അറിയാം, only action is needed. In second case, non-problem, solution requires additional expertise.
Okay, in this case, so details of the problems are known, but if you want to solve that problem means we need to some additional skill. ഓക്കെ, അഡീഷണൽ സ്കിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് സിയിലാണ് ഒരു പ്രോഗ്രാം തന്നത്. ഓക്കെ, ഒരു അഡിഷൻ്റെ ഒരു എന്താണ് ടു റൈറ്റ് എ സി പ്രോഗ്രാം ഫോർ അഡിഷൻ ഓഫ് ടു നമ്പേഴ്സ്. ഓക്കെ, സോ ദാറ്റ് ടൈം നമുക്ക് എന്താണ് നിങ്ങൾക്ക് പ്രോബ്ലം മനസ്സിലായി. ഓക്കെ, എന്താണ് സി പ്രോഗ്രാമിന്റെ ക്വസ്റ്റ്യൻ ആണ്, ആൻസർ ആണ് എഴുതേണ്ടതാണ്. ഓക്കെ, ദാറ്റ് ടൈം യു നീഡ് സം അഡീഷണൽ സ്കിൽ. അഡീഷണൽ സ്കിൽ എന്ന് പറയുമ്പോൾ എന്ത് വേണം? സി പ്രോഗ്രാം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് എഴുതാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ദ അഡീഷണൽ സ്കിൽ. Okay, so the third one is as a known problem, then solution requires new approaches. So in this case, we know the problem, but if you are using the existing methods implement ചെയ്താൽ we can't to solve that problem. Okay, we need to try new approaches. Okay, പുതിയതായിട്ട് ക്രിയേറ്റീവ് തിങ്ക് ചെയ്തിട്ട് വേണം ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ. Then fourth step is unidentified problem. So here the problem itself need to be identified. ഇവിടെ നമ്മൾ പ്രോബ്ലം എന്താണ് ഐഡന്റിഫൈ ചെയ്യണം. So the awareness is situation can be improved and defining this problem is the first step. This requires going beyond assumption, then asking questions and finding inspiration is in related domains. Clear ആണോ ഇപ്പോ? കേട്ടെ, എസ് ആണോ നോ ആണോ? ഓക്കെ, സിമ്പിൾ ടോപ്പിക് അല്ലേ? ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് ഇതോടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. So next one is based on level of difficulty. Okay, we know that there have three types of problems. One is based on types of unknowns. Second one is based on type of difficulty. Okay, so here each type of problem in this classification requires progressively advanced intellectual ability. First one is knowledge. Okay, ഇതൊന്നല്ല നമ്മൾ ഈ ഒരു ബ്ലൂം ടാക്സോണമി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. ഓക്കെ, സോ ഒവ്വൊരു കാര്യങ്ങളും ഒവ്വൊരു ഇതുപോലാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് നോളജ്. സോ നോളജ് മീൻസ് എന്താണ്? ബൈ ഹാർട്ട് ചെയ്ത് വെക്കാനല്ലേ നിങ്ങൾ? അങ്ങനെയാണ്. ഓക്കെ, സോ ഇഫ് യു ഹാവ് എ ഗുഡ് നോളജ് സ്കിൽ, എന്താണ് ബൈ ഹാർട്ട് ചെയ്യാനുള്ള നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനമാണ് നോളജ്. ഓക്കെ, വി ആർ സ്റ്റോറിങ് സം ഇൻഫർമേഷൻ ഇൻ അവർ ബ്രെയിൻ, ദാറ്റ് ഈസ് ദ നോളജ്. പ്രോബ്ലംസ് ദാറ്റ് റിക്വയർ റിമെമ്പറിംഗ് superior knowledge. Typically, these problem statements are questions begin with the who, when, where, what formula, etc. Okay, knowledge എന്നുള്ളത് മനസ്സിലായ നമ്മളുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ്. That is the knowledge. We are storing some information in our mind. That is our knowledge. Okay, so in this type of questions എങ്ങനെയാണ് ഉണ്ടാവുക? Who is your president? Okay, who is your prime minister? ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അത് നമ്മുടെ മൈൻഡിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് പറയാൻ പറ്റുക. ഓക്കെ, നോളജ്. സോ നോളജ് ദ പ്രോബ്ലം ദാറ്റ് റിക്വയർ റിമെമ്പറിംഗ് പീരിയർ നോളജ്. ടിപ്പിക്കലി ദോസ് പ്രോബ്ലംസ് ദീസ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ആർ ക്വസ്റ്റ്യൻസ് ബിഗിൻ വിത്ത് ഹു, വെൻ, വെയർ, വാട്ട് ഫോർമുല, എക്സെട്ര. സെക്കൻഡ് വൺ ഈസ് കോംപ്രിഹെൻഷൻ. Okay, comprehension, problem that require recalling some informations and manipulating the light in given pairs of information. ഓക്കെ, ഇതൊക്കെ എന്താണ്? ജസ്റ്റ് ലൈക്ക് നമ്മൾ മാത്സ് ഒക്കെ ചെയ്യുന്നത് പോലെ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ വി ഹാവ് സം ഇൻഫർമേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുക. ഇല്ലെങ്കിൽ അതിലോട്ട് നമ്മൾ എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ 2 ക്വസ്റ്റ്യൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവും, റൈറ്റ് ബ്രെയിൻ ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തായിരിക്കും? ഡിഫറൻറ്റ് ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ, റൈറ്റ് ബ്രെയിൻ എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. സോ നിങ്ങൾ ആ പ്രോബ്ലം, ആ ക്വസ്റ്റ്യന് റിലേറ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടി വരിക? നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരിക. സോ ദാറ്റ് ഈസ് ദ കേസ്. Okay, so comprehension, problem that requires recalling some informations and manipulating in the light of a given piece of information. So okay, here also we need to have a good knowledge. So നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുക. ദെൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ജസ്റ്റ് റീകോൾ ചെയ്യും. റീകോൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? മാനിപ്പുലേറ്റ് ചെയ്യും. Okay, problems that require recalling some information and manipulating in the light of a given piece of information, like it's a scientific principle, by translating, interpreting or extrapolating. It's like, okay, translating എന്ന് പറയുമ്പോൾ എന്താണ്? ഏതെങ്കിലും ഇൻഫർമേഷൻ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, then interpreting, then extrapolating. Typically these problem statements are questions begin with എങ്ങനെയാണ് begin ആവുക? relate, show, distinguish, extrapolate. Okay, the next third one is application. So application, given all pertinent data to solve, must identify the relevant principles. Okay, we need to recall record informations and use the appropriate equations, methods. What sets apart from comprehension problem is that the underlying principle is not explicitly given in this case. Typically these problem statements are questions begin with apply, demonstrate, determine, etc. നിങ്ങൾ മനസ്സിലായ? Then application എന്ന് പറയുമ്പോൾ എന്താണ്?
നമുക്ക് മാത്സിലൊക്കെ വരാമല്ലേ, ചിലപ്പോൾ സയൻസിലൊക്കെ നമ്മൾ എന്ത് പറയും, എന്ത് ചെയ്യുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്യും, ഡിറ്റർമിൻ ചെയ്യും, ഈ ഫോമിൽ അപ്ലൈ ചെയ്ത് അത് കണ്ടുപിടിക്കുക, അങ്ങനെ പറഞ്ഞിട്ട് എന്താണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സി പ്രോഗ്രാം പഠിപ്പിച്ചു തന്നു. ഓക്കെ, സി പ്രോഗ്രാമിന്റെ നോളേജ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. യു ഹാവ് എ സി പ്രോഗ്രാം ബേസിക് കോൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ. സോ എഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ പ്രോബ്ലം തരുന്നുണ്ട് അല്ലെ. റൈറ്റ് എ സി പ്രോഗ്രാം, എന്താണ് അഡിഷൻ ഓഫ് 2 numbers, റൈറ്റ് എ സി പ്രോഗ്രാം ഫോർ എന്താണ് to find addition and subtraction of 2 numbers, again multiplication of 2 numbers, again to check the given number is prime or not. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ തരുമ്പോൾ എന്താണ്, ദാറ്റ്സ് ആൾ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ആ പ്രോബ്ലത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ലെവൽ. മനസ്സിലായ? ഫസ്റ്റ് ഓൺലൈൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നോളജ് നിങ്ങൾ ബുക്കിൽ എഴുതി പഠിച്ചിട്ടുണ്ടാവും, ഹൂ ഈസ് യുവർ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ, സോ നരേന്ദ്രമോദി. ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക, ഹൂ ഈസ് യുവർ പ്രൈം മിനിസ്റ്റർ, നരേന്ദ്രമോദി. നിങ്ങൾ അങ്ങനെ തന്നെ ആൻസർ പറയും. ഓക്കെ, ഇൻ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, ഓക്കെ ലിസ്റ്റ് ഔട്ട് ദ പ്രൈം മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ കുറേ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ലിസ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്ത് നമ്മൾ 1 by 1 ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീവിയസ് പ്രൈം മിനിസ്റ്റർ ആരാണ്, അതിന്റെ മുൻപത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്, അങ്ങനെ പറഞ്ഞിട്ട് ലിസ്റ്റ് 1 by 1 ആയിട്ട് പറയും. ദെൻ തേർഡ് വൺ ഈസ് അപ്ലിക്കേഷൻ. സോ അപ്ലിക്കേഷൻ മീൻസ് യു ഹാവ് സം നോളേജ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ കുറേ നോളേജ് തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ട്. ദെൻ ആ നോളേജിന് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ ലെവലിലാണ്. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള കോൺസെപ്റ്റിനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ലെവൽ. ഓക്കെ, so application given is pertinent data, the solver must identify the relevant principles, record information and use of appropriate equations, method, etc. What set is apart from comprehension problems is that underlying principle is not explicitly in the case. Okay, so ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ആവുക, അപ്ലൈ, then demonstrate, then determine, then illustrate, ഇങ്ങനെയാണ് വരിക. Okay, then another 2 things are analyze, synthesize and evaluation. So ഈ ടോപ്പിക്സ് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്,